അത് നിങ്ങൾ സ്റ്റാഫിൻ്റെത് സ്റ്റുഡൻറ്റ് ആഡ് ആക്കുന്നല്ലോ, അതിവിടെ ലെഫ്റ്റ് സൈഡിൽ മെനുവിൽ പോയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാഫ് അറ്റൻഡൻസ് ആൻഡ് സാലറി എന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തെങ്കിൽ ആൾ സ്റ്റാഫ്സ് എന്നുണ്ട്. ഇവിടെ വന്നിട്ട് എന്താക്കണം, ആഡ് സ്റ്റാഫ് കൊടുത്തിട്ട് ഇവിടെ അവരെ ഡീറ്റെയിൽ ഫില്ലാക്കുക. സ്റ്റാഫ് ടൈപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൺഫിഗർ ചെയ്യുക. ഫസ്റ്റ് സ്റ്റാഫ് ടൈപ്പ് എന്താക്കണം, കോൺഫിഗർ ചെയ്യണം. കോൺഫിഗർ ചെയ്യാൻ ഈ സ്റ്റാഫ്സിൻ്റെ അറ്റൻഡൻസിൻ്റെ അണ്ടറിൽ വന്നിട്ട് ആൾ സ്റ്റാഫ് ടൈപ്പ് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ എന്തുണ്ടാവും, ആഡ് കൊടുക്കുക. എന്നിട്ട് മദ്രസ സ്റ്റാഫിന്ന്, അല്ലെങ്കിൽ മസ്ജിദ് സ്റ്റാഫിന്ന്, അല്ലെങ്കിൽ ഓഫീസ് സ്റ്റാഫെന്നോ അല്ലെങ്കിൽ അതർ സ്റ്റാഫെന്നോ നിങ്ങൾ എന്താക്കണം, ഇവിടെ കാറ്റഗറി ഫസ്റ്റ് ക്രിയേറ്റ് ആക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്നാക്കാം മദ്രസ സ്റ്റാഫ്, എൻ്റർ കൊടുക്കുക. ഒന്ന് ക്രിയേറ്റ് ആയി. അടുത്തത് മസ്ജിദ് സ്റ്റാഫ്, അടുത്തത് അതർ സ്റ്റാഫ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എത്ര വേണം ക്രിയേറ്റ് ചെയ്യുക, ഇവിടുന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, എഡിറ്റും ചെയ്യുക. ഓക്കെ, എന്നിട്ട് വേണം നമുക്ക് എന്താക്കാൻ, ഇവിടെ വന്നിട്ട് ആൾ സ്റ്റാഫിൽ വന്നിട്ട് ആഡ് സ്റ്റാഫ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ സ്റ്റാഫിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഫോർ എക്സാമ്പിൾ ഞാൻ മുസ്തഫ. ഓക്കെ, സ്റ്റാഫ് ടൈപ്പ് ഇപ്പോൾ മസ്ജിദ് സ്റ്റാഫ് എന്നാൽ മദ്രസ സ്റ്റാഫ് എന്നാൽ ഇവിടെ നിങ്ങൾക്ക് അവിടെ ഡെസിഗ്നേഷൻ കൊടുക്കുക, ആധാർ നമ്പർ കൊടുക്കുക, പാസ്വേഡ് അവരുടെ മൊബൈൽ നമ്പർ വെച്ചാലും മതി സ്റ്റാഫിൻ്റെ. ഇവിടെ വേണം നിങ്ങൾക്ക് അവരെ സാലറി മെൻഷൻ ആക്കുക. ഇപ്പോൾ ഒരു 15,000 അങ്ങനെ മെൻഷൻ ആക്കുക. അവർ എപ്പോൾ ജോയിൻ ആയ ഡേറ്റ്, പിന്നെ അവരുടെ അഡ്രസ്സ്, ഓക്കെ. സ്റ്റാഫിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോ ഒരു സാമ്പിൾ ഫോട്ടോ ഇടാം, എന്നിട്ട് രജിസ്റ്റർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തായി, സ്റ്റാഫ് ആഡായി. നമുക്കിപ്പോൾ ആൾ സ്റ്റാഫിൽ വന്ന് നോക്കിയെങ്കിൽ നമുക്കിവിടെ മുസ്തഫ എന്ന് കാണും. ഇതാ ആ ഫോട്ടോ, അവരെ ഡീറ്റെയിൽ, അവരെ സാലറി 0 ഉണ്ട്, ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഇവർക്ക് സാലറി ഇഷ്യൂ ചെയ്യണമെങ്കിൽ, ഓക്കെ, ഇത് സ്റ്റാഫിൻ്റെ പ്രൊഫൈൽ മനസ്സിലായല്ലോ. ഒരു അറ്റൻഡൻസ് ഡീറ്റെയിൽ ഉണ്ടാവും, ഇവിടെ അവർക്ക് സാലറി കൊടുത്ത ഡീറ്റെയിൽ എല്ലാം ഉണ്ടാവും. ഇപ്പോൾ സാലറി ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ സ്റ്റാഫിൻ്റെ അണ്ടറിൽ വന്നിട്ട് സ്റ്റാഫ് സാലറീസിന് കൊടുത്തെങ്കിൽ നമുക്കിവിടെ ആഡ് സ്റ്റാഫ് സാലറി എന്നുണ്ട്. ഇപ്പോൾ ഇവർക്ക് സാലറി കൊടുക്കണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഇതിപ്പോൾ അവരെ കാണിക്കുന്നത് മുസ്തഫ എന്നുള്ള ആൾ സാലറി 15,000. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, ഇപ്പോൾ കൊടുക്കുന്ന സാലറി ഉണ്ടാക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്ന ഒരു 14,000 സാലറി, PF എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റർ ആക്കുക. സാലറി കട്ട് എമൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ അവർക്ക് മെൻഷൻ ആക്കുക. ഇപ്പോൾ 15,000 ചിലപ്പോൾ ലീവായിട്ടോ എന്തായിട്ട് കട്ടായില്ലെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ആക്കുക. നോട്ട് എന്നുണ്ടെങ്കിലും കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ട് ഇവിടെ സാലറി ഡേറ്റ് സെലക്ട് ആക്കണം. സെലക്ട് ആക്കിയിട്ട് ആഡ് സാലറി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ആഡ് സാലറി കൊടുക്കുന്നത്, ഇപ്പോൾ ഇയാൾക്ക് സാലറി കൊടുക്കുന്നത്. ഓക്കെ, 14,000 കട്ടായിന്. അപ്പോൾ PF എമൗണ്ട് ഒന്നും എൻ്റർ ആക്കിയില്ല, ആഡ് സാലറി കൊടുത്ത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് മുസ്തഫ സാലറി ജനറേറ്റഡ് നോക്കണ്ട, ഇത് അറ്റൻഡൻസ് എടുക്കുന്ന മാതിരി ഓട്ടോമാറ്റിക് ജനറേറ്റ് ആകുന്നത്. അത് നിങ്ങൾക്ക് അക്കൗണ്ട്സൊക്കെ ഒന്നും അപ്ഡേറ്റ് ആവില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് അവർക്ക് എത്ര സാലറി ആയിരുന്നു. അവർ ഡെയിലി വൈസ് കാൽക്കുലേറ്റ് ആക്കും അവരുടെ സാലറി വെച്ചിട്ട്. ഓക്കെ, സാലറി ഗിവൻ 14,000, PF ഉണ്ട്, അതർ ഡിഡക്ഷൻ 1,000 ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ സാലറി കാണിക്കും. അപ്പോൾ ഈ സ്റ്റാഫിൻ്റെ പ്രൊഫൈലിനുള്ളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പോയെങ്കിൽ ആൾ സ്റ്റാഫിൽ പോയിട്ട് മുസ്തഫ എന്നുള്ളതിലേക്ക് പോയെങ്കിൽ
നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സാലറി കൊടുത്തത് 15,000 ആണ് ഫുൾ സാലറി. ഓക്കെ, അതിൽ സാലറി ഗിവൻ 14,000, ഡിഡക്റ്റഡ് 1,000. മനസ്സിലായല്ലേ? അപ്പോൾ ഇതാണ് സാലറി കൊടുക്കുന്നതിൻ്റെ ഇത്. പിന്നെ ഇവരെ സ്റ്റാഫിൻ്റെ അറ്റൻഡൻസ് എടുക്കുന്നുണ്ടെങ്കിൽ സ്റ്റാഫ് അറ്റൻഡൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റാഫ് ടൈപ്പ് സെലക്ട് ആക്കുക, ഫിൽറ്റർ കൊടുക്കുക, എന്നിട്ട് ഇന്നത്തെ അന്നത്തെ ഡേറ്റ്, ഈ ഡേറ്റിന് പ്രസൻറ്റ് ആബ്സെൻറ്റ് അപ്ഡേറ്റ് അറ്റൻഡൻസ് കൊടുക്കുക. ഇവിടെ അറ്റൻഡൻസ് എടുത്തിട്ടായിരുന്നു. ഇപ്പോൾ സ്റ്റാഫിൻ്റെ ഡീറ്റെയിൽ പോയെങ്കിൽ ഓൾ സ്റ്റാഫിൽ പോയിട്ട് പ്രൊഫൈലിൽ പോയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡൻസ് കാണാൻ പറ്റുക. 30 പ്രസൻറ്റ് അവർ അന്നത്തെ സാലറി ജനറേറ്റ് ആയത് 500. ഓക്കെ, ഇങ്ങനെ ഓരോരോ അറ്റൻഡൻസ് ഓരോ ദിവസം വരുമ്പോഴും അവർക്ക് നമ്മൾ ടോട്ടൽ എത്ര ആയിട്ട് സാലറി 15,000 അല്ലേ. 15,000 ഒരു ദിവസത്തേക്ക് എത്ര ആയിട്ട് വരും? 30 days കൗണ്ട് ആക്കിയാൽ നമ്മൾ 500 rupees ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഒരു പ്രസൻറ്റ് ഉള്ളന്ന് സാലറി ആഡ് ആവും. ഒരു ആബ്സെൻ്റ് ഉള്ളന്ന് പെയ്ഡ് ലീവെല്ലാം നിങ്ങൾക്ക് അറ്റൻഡൻസ് എടുക്കുമ്പോൾ ഓപ്ഷൻ ഉണ്ട് സെലക്ട് ആക്കാൻ. എവിടെ സെലക്ട് ആക്കണം പറഞ്ഞെങ്കിൽ സ്റ്റാഫ് അറ്റൻഡൻസിൽ അറ്റൻഡൻസ് എടുക്കുമ്പോൾ പ്രസൻറ്റ്, ആബ്സെൻറ്റ്, ഹാഫ് ഡേ, പെയ്ഡ് ഹോളിഡേ. ചിലപ്പോൾ അവർ പെയ്ഡ് ഹോളിഡേ ആണെങ്കിൽ സെലക്ട് ആക്കിയാൽ മതി. അപ്പോൾ എന്താ പറയുക, സാലറി കട്ടാവില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലേ? സ്റ്റാഫിനെ ആഡ് ആക്കുന്ന, സ്റ്റാഫ് ടൈപ്പ് ആഡ് ആക്കുന്ന മനസ്സിലായി, സാലറി കൊടുക്കുന്ന മനസ്സിലായി, അറ്റൻഡൻസ് എടുക്കുന്ന മനസ്സിലായി. ഓക്കെ, ഇനി അടുത്തത് മദ്രസ സ്റ്റുഡൻസ്. ഇവിടെ മദ്രസ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് ആൾ സ്റ്റുഡൻസിൽ പോയെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടുന്ന് മദ്രസ സ്റ്റുഡൻറ്റിനെ ആഡ് ആക്കുക. പക്ഷേ നമ്മൾ സാധാരണ നമ്മളെ ജമാഅത്തിലുണ്ടാവില്ല കുട്ടികൾ ആൾറെഡി നമ്മൾ എന്താക്കിയിട്ടുണ്ടോ, നമ്മളെ ഡാറ്റാബേസിലേക്ക് അവരെ ഫാമിലി ആഡ് ആക്കുമ്പോൾ ആഡ് ആയിട്ടുണ്ടാവും ഈ സ്റ്റുഡൻസ് കുട്ടികളെല്ലാം. അപ്പോൾ നമ്മൾ ആഡ് ആക്കുമ്പോൾ എന്താക്കണം, അവരെ ഫാമിലിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കുക ആ കുട്ടി ആഡ് ആയില്ല എന്ന്. അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ നിങ്ങളെ മോനെ ആരെങ്കിലും വിചാരിച്ചോളൂ. ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നു. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നത്, ഇത് ജസ്റ്റ് തിങ്ക് ആക്കി. ഇപ്പോൾ നിങ്ങളുടെ ചെറിയ കുട്ടിയായിരിക്കും മദ്രസയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ആഡ് എ സ്റ്റുഡൻറ്റ് എന്ന്. ഇവിടെ ക്ലിക്ക് ആക്കിയെങ്കിൽ അവിടെ ചോദിക്കും ഏത് ക്ലാസ്സിലേക്കാണോ ആഡ് ആക്കേണ്ടത്, ഏത് സെക്ഷനാണ്, മദ്രസ ഇയർ ഏത്. മദ്രസ ഇയർ പറയുമ്പോൾ ഇപ്പോൾ ഈ കൊല്ലം എന്ന് പറയുമ്പോൾ 2024-25 അങ്ങനെ 2 ഇയറായിട്ട് വരുമല്ലോ നമ്മുടെ മദ്രസയിൽ അക്കാഡമിക് ഇയർ എന്ന് പറയുന്ന മാതിരി. പിന്നെ ജോയിൻ ഡേറ്റ് കൊടുത്ത് രജിസ്റ്റർ കൊടുക്കുക. ഇവിടുന്ന് നമുക്ക് എന്താക്കുക, ഈസി ആയിട്ട് ഇത്ര ഡീറ്റെയിൽ കൊടുത്താൽ മതി. മദ്രസ സ്റ്റുഡൻറ്റിലേക്ക് ആഡ് ആവും. എന്താ പറഞ്ഞാൽ ആൾറെഡി ഇവരെ ഡാറ്റാബേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കൊടുത്തെങ്കിൽ അവർ സ്റ്റുഡൻറ്റിലേക്ക് ആഡായി. അപ്പോൾ ഈ ക്ലാസ്, സെക്ഷന്, മദ്രസ ഇയർ ഇതെല്ലാം കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷന് നമുക്കിവിടെ മദ്രസ സെക്ഷനിലുണ്ട്. ഇതെവിടെ ക്ലാസ് നെയിംസ്, സെക്ഷൻ നെയിംസ്, പിന്നെ ഇവിടെ ഉണ്ട് മദ്രസ ഇയേഴ്സ്, സബ്ജക്റ്റ് ആഡ് ആക്കുക, ആഡ് സബ്ജക്റ്റ്, ഓൺലൈൻ ക്ലാസ് ആഡ് ആക്കാൻ പറ്റും, അപ്ഗ്രേഡ് ആക്കുക, NOCC ആക്കുക, ഡീആക്ടിവേറ്റ് ആക്കുക സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതെല്ലാം ഓപ്ഷന് സ്റ്റുഡൻറ്റിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്താക്കണം, ഇവിടെ വന്നിട്ട് ക്ലാസ് ആഡ് ആക്കണം. ഏതെല്ലാം ക്ലാസ് ഉണ്ട് അതൊരു യൂണിഫോമായിട്ട് ആഡ് ആക്കുക. ഇപ്പോൾ ആൾ ക്ലാസ് നെയിമിൽ പോയിട്ട് ആഡ് ക്ലാസ് നെയിം കൊടുത്തെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇങ്ങനെ ആഡ് ആക്കുക. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഇങ്ങനെ 1 by 1 നിങ്ങൾക്ക് ക്ലാസ് ആഡ് ആക്കുക. ഇപ്പോൾ മദ്രസ അഥവാ സെക്ഷൻസ് നിങ്ങളെ മദ്രസയിലുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓൾ സെക്ഷൻസ് എന്നുണ്ട്, സെക്ഷൻ നെയിംസ്, ഓൾ ക്ലാസ് നെയിംസ്. ഇത് നമ്മളിപ്പോൾ ആഡാക്കിയ ഓൾ സെക്ഷൻസ് നെയിംസ് ഇവിടെ വന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എ സെക്ഷൻ എന്ന് വേണമെങ്കിൽ
ഇങ്ങനെ നമുക്ക് ആഡ് ആക്കാൻ പറ്റും. പിന്നെ സെക്ഷന്, പിന്നെ മദ്രസ ഇയർ എന്ന് പറയില്ലേ, ആ മദ്രസ ഇയേഴ്സിൽ വന്നിട്ട് ഇപ്പോൾ ഇവിടെ 2024/25 ഇതാണ് ഈ മദ്രസ ഇയർ. ഇപ്പോൾ കറൻറ്റ് ഇയർ ആഡ് മദ്രസ ഇയർ കൊടുക്കാം നമുക്ക്. ഇപ്പോൾ അടുത്ത ക്ലാസ് നോമ്പിലൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്താവും 2025-26 വരും. ഇപ്പോൾ നമുക്ക് ഇത് ആഡാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ആഡാക്കണം. ഇവിടെ വന്നിട്ട് ആഡാക്കിയിട്ട് 2025-26 ഇങ്ങനെ ആഡാക്കുക. എന്നിട്ട് ആഡ് മദ്രസ ഇയർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ അതായിട്ടില്ലല്ലോ, അതാകുമ്പോൾ ജസ്റ്റ് ആഡാക്കി വിടാം. ബട്ട് കറൻറ്റ് ഇയർ ഇത് ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് കറൻറ്റ് ഇയർ എന്ന്. അപ്പോൾ മദ്രസ സ്റ്റുഡൻറ്റിനെ ആഡാക്കുമ്പോൾ ഇവിടെ വന്നിട്ട് ഇതിവിടെ ജമാ എന്തായാലും സ്റ്റുഡൻറ്റിനെ അവിടുന്ന് വന്നിട്ടുണ്ടാവില്ല. അഥവാ നിങ്ങളെ ജമാഅത്തിൽ ഇല്ലാത്ത പുറത്തത്തെ ജമാഅത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വരുന്നുണ്ടെങ്കിൽ ആഡ് അതർ ജമാഅത്ത് സ്റ്റുഡൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ ഇവിടുന്ന് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽ കൊടുക്കുക. അവരുടെ പേര്, ക്ലാസ്. ഇവിടെ നോക്കി നമ്മൾ ക്ലാസ് അവിടെ നെയിം ക്രിയേറ്റ് ആക്കിയില്ല, അത് ഇവിടെ വരുന്നുണ്ട്. കോൺഫിഗർ ആക്കിയ സെക്ഷൻ ഇവിടെ വരുന്നുണ്ട്. മദ്രസ ഇയർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ ഡീറ്റെയിൽ എല്ലാം ഫില്ലാക്കിയിട്ട് രജിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഇത് അതർ ജമാഅത്ത് സ്റ്റുഡൻറ്റ് കേട്ടോ. നിങ്ങളെ ജമാഅത്തിലുള്ള സ്റ്റുഡൻ്റ് ആണെങ്കിലോ ഇവിടെ അവരെ മെയിൻ ഡാഷ്ബോർഡ് പോയിട്ട് പ്രൊഫൈലിൽ പോയിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇത് സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻറ്റ് ഓപ്പൺ ആക്കിയിട്ട് ആഡ് എ സ്റ്റുഡൻറ്റ് കൊടുക്കുക, ക്ലാസ് സെലക്ട് ആക്കുക, സെക്ഷൻ കൊടുക്കുക, മദ്രസ ഇയർ 20 ജോയിൻ ഡേറ്റ്, ഏതെങ്കിലും ഒരു ഡേറ്റ് രജിസ്റ്റർ കൊടുക്കുക. അവർ സ്റ്റുഡൻറ്റിലേക്ക് ആഡ് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നലെ പറഞ്ഞ ഉസ്താദിൻ്റെ മദ്രസയുടെ എല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത നിങ്ങൾ ഒന്ന് പറഞ്ഞല്ലേ, ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു നേർച്ചക്കോ ആണ്ടിന് എന്തെങ്കിലും അരിയായിട്ടോ പൈസ ആയിട്ടോ പറഞ്ഞിട്ട് അവർ ഇത്ര തന്ന് ഇനി ഇത്ര പെൻഡിങ് ഉണ്ടാവും, ഇങ്ങനത്തെ സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനത്തെ ഫീ എല്ലാം എന്താക്കണം പറഞ്ഞാൽ അതെല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫീയാണ്, എല്ലാവർക്കും വരുന്ന ഫീ അല്ല. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഫീന് നമ്മളിവിടെ ആഡ് ഓൾഡ് ഓർ ഇൻഡിവിജ്വൽ ഫീ എന്നൊരു സെക്ഷൻ ഉണ്ട്. പിന്നെ ഒന്ന് ആഡ് ഇൻഡിവിജ്വൽ മന്ത്ലി ഫീ എന്നുണ്ട്. നമുക്ക് മന്ത്ലി ഫീ അല്ല വേണ്ടേ, ഇത് ആഡ് ഓൾഡ് ഓർ ഇൻഡിവിജ്വൽ ഫീ. ഇത് ക്ലിക്കാക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ വരും അതെന്ത് ഫീ ആണെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുയ്യദ്ദീൻ റാത്തീബ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഫീ എമൗണ്ട് കൊടുക്കുക. അവർ തരാനുള്ള ഫീ ആട്ടോ ഇത്. അവർ തന്ന പൈസ കളക്ട് ആക്കുന്നതല്ല. അവരിപ്പോൾ പറയല്ല ഞാനൊരു 2000 രൂപ തരാം, അല്ലെങ്കിൽ ഒരു ഇത്ര kg അരി തരാം. അപ്പോൾ അരി തരാമെന്ന് പറയുമ്പോൾ അരിൻ്റെ പൈസ എത്ര പൈസ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ അത് ആഡ് ആക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം 2000. ഓക്കെ, 2000 ആക്കിയിട്ട് എന്താ കൊടുക്കുക, മുഹ്യുദ്ദീൻ റാത്തീബ് ഫണ്ട് എന്നോ ഫീന്നോ എന്ത് വേണം കൊടുക്കുക. ഇതവർ തരാനുള്ള പൈസ അവർ ഫസ്റ്റ് ഏൽപ്പിക്കുന്നു, ഞാൻ 2000 രൂപ തരാമെന്ന് പറയല്ലേ. എന്നിട്ട് ചിലപ്പോൾ അവർ പിന്നെ ആയിരിക്കും പൈസ തരുന്നത്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ഫീ കൊടുത്ത് ഞാൻ ഇപ്പോൾ നിങ്ങളതിൽ 2000 രൂപ വന്നിട്ടുണ്ടാവും, ഇവിടെ കാണുന്നുണ്ടല്ലേ ടോട്ടൽ ഇൻഡിവിജ്വൽ ഫീ. ഓക്കെ, അതെന്ത് ഫീ ആണ്, മുഹ്യുദ്ദീൻ റാത്തീബിൻ്റെ 2000 രൂപ ഇതിപ്പോൾ ഉണ്ട്. അപ്പോൾ അവർ നെക്സ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് ആ പൈസ തരുന്നത്. ചിലപ്പോൾ പൈസ തരുമ്പോൾ ഫുള്ളായിട്ട് എന്തുണ്ടാവില്ല, ചിലപ്പോൾ തരുമില്ല. ചിലപ്പോൾ ഒരു 1000 രൂപ വന്നിട്ട് തരും, 1000 രൂപ തരാൻ പറയും. അപ്പോൾ എന്താക്കുക, ഇവിടെ വന്നിട്ട് കളക്ട് ഫീ കൊടുക്കുക, ഇവിടെ 1000 റുപ്പീസ് അടിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് സെലക്ട് ആക്കിയ മുഹ്യുദ്ദീൻ റാത്തീബിൻ്റെ ഇത് വേണം സെലക്ട് ആക്കുക, എല്ലാം വേണ്ട. ഓക്കെ, എന്നിട്ട് ആ പേയ്മെൻറ്റ് ഡേറ്റ് അടിക്കുക. അവരിപ്പോൾ ഒരു 1000 തരുന്നതെന്ന് വെച്ചോളൂ, റിസിപ്റ്റ് നമ്പർ കൊടുക്കുക, എന്നിട്ട് റിസിപ്റ്റ് ബുക്ക് നമ്പർ കൊടുക്കുക, എന്നിട്ട് ഇവിടെ ഫീ കാറ്റഗറി തന്നെ കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണം നോട്ട് അടിക്കുക, എന്നിട്ട് കളക്ട് ഫീ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഗോ ബാക്കിൽ പോയെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, അവർ തന്ന പൈസ ഇവിടെ കാണാൻ പറ്റും. എത്ര തന്നിന്, 1000 തന്നിന്,
ഇപ്പോൾ ടോട്ടൽ തരേണ്ട 2000, അതിൽ 1000 തന്നിന് മുഹിയദ്ദീൻ റാത്തീബിന്, ഇനി 1000 പെൻഡിങ് ഉണ്ട്, ഇവിടെ കാണിക്കുന്നുണ്ട് ബാലൻസ് 1000 ഇത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് ഏത് ഫീ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ആഡ് ഓൾഡ് ആർ ഇൻഡിവിജ്വൽ ഫീ, മന്ത്ലി ഫീ അല്ല, ഓൾഡ് ആർ ഇൻഡിവിജ്വൽ ഫീ. ഇതിങ്ങനത്തെ ഇൻഡിവിജ്വലായിട്ട് എന്ത് പൈസ അവർ തരാനുണ്ടെങ്കിലും അതിനെ ആഡ് ആക്കുക. പിന്നെ കളക്ട് ആക്കുമ്പോൾ അവരെ ബാലൻസ് ഷീറ്റിൽ വരുമല്ലേ, ആ പൈസ കയറിയിട്ടുണ്ടാവും ഫീ, പിന്നെ നമുക്ക് അതിനെ കളക്ട് ആക്കാം. അപ്പോൾ അവിടുന്ന് ലെസ്സായി കൊണ്ട് വരും. ഓക്കെ, എന്ത് ഇൻഡിവിജ്വൽ പൈസ ഇവർ തരാനുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യൽ. ഓക്കെ, അപ്പോൾ ഫീ ആഡാക്കുന്ന ക്ലിയർ അല്ലേ? ഫീ ആഡാക്കുന്ന ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് എന്ത് പരിപാടി, ഇപ്പോൾ അരിയാണെങ്കിൽ എന്താണെങ്കിൽ ഇവിടെ അരി എന്ന് പറഞ്ഞിട്ട് ആഡാക്കില്ലല്ലോ, നമ്മൾ നോട്ടിൽ നിങ്ങൾക്ക് കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ നോട്ടിൽ കൊടുക്കുക, ഇത്ര kg അരി തരാമെന്ന് വിചാരിച്ച പൈസ ഇത്ര പൈസ എന്നല്ല പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നോട്ട് കൊടുക്കുക. അല്ലാതെ അരി ഇപ്പോൾ 10 kg അരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 5 kg തന്ന് അങ്ങനെയല്ലല്ലോ കാൽക്കുലേഷൻ, പൈസ അല്ലേ. അപ്പോൾ അത് നിങ്ങളിവിടുന്ന് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാഫിന് ആഡാക്കുന്ന സ്റ്റാഫിൻ്റെ അറ്റൻഡൻസ്, സ്റ്റാഫ് സാലറി. ഖത്തീബായാലും ആരായാലും നിങ്ങൾക്ക് അവിടെ ആഡാക്കാം. ഇനിയൊന്ന് മദ്രസ സ്റ്റുഡൻറ്റിന് ആഡാക്കുന്ന, ഇങ്ങനെ അവരെ ക്ലാസ് നെയിമും സെക്ഷനും അവരതും അറ്റൻഡൻസ് ഉണ്ട്, അവരുടെ അറ്റൻഡൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മദ്രസ സെക്ഷനിലുണ്ടാവും. പിന്നെ അടുത്തതായിട്ട് ഇൻഡിവിജ്വലായിട്ട് അവർ തരാൻ ഏൽപ്പിച്ച പൈസൻ്റെത് അങ്ങനത്തെ എല്ലാം ഇവിടെ വന്നിട്ട് ഇൻഡിവിജ്വൽ ആഡാക്കുക. കളക്ട് ആക്കുന്ന നോർമലായിട്ട് ഇവിടെ തന്നെ കളക്ട് ആക്കുക. ഓക്കെ, അപ്പോൾ പിന്നൊന്ന് വേറൊന്ന് ദർസ് എന്ന് പറഞ്ഞ്, ദർസിൻ്റെ നമുക്ക് എന്താക്കുക പറഞ്ഞാലും മദ്രസ സ്റ്റുഡൻറ്റിലേക്ക് ഞാൻ അതിനെ നിങ്ങൾക്ക് ഇൻറ്റിഗ്രേറ്റ് ആക്കി തരാം. ബട്ട് മദ്രസ സ്റ്റുഡൻറ്റിൻ്റേക്ക് വരില്ല, ഒരു സെക്ഷനായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ ദർസ് എന്ന് പറഞ്ഞൊരു മോഡൽ ഇപ്പോൾ ഇതിൽ ഇല്ല, ഉണ്ടായിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഡെമോ തരുമ്പോൾ തന്നെ ദർസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അപ്പോൾ അതില്ലാത്ത സംഭവമാണ്, അത് എക്സ്ട്രാ ഞാൻ ചെയ്തു തരണം, അത് ഞാൻ ചെയ്തു തരാം. ബാക്കി നമ്മൾ ഡിസ്കസ് ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് ഞാൻ എക്സ്പ്ലെയിൻ ആക്കിയ എല്ലാ സംഭവങ്ങളും നിങ്ങൾ ചോദിച്ച സംഭവമെല്ലാം ഇതിലുണ്ട്. അപ്പോൾ അതെല്ലാം ആഡാക്കി ദർസിൻ്റെ നമുക്ക് നെക്സ്റ്റ് വെർഷൻ അപ്ഡേറ്റ് തരുമ്പോൾ ദർസിൻ്റെ തരും ആഡാക്കാൻ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ എന്താക്കുക, ഞാൻ എന്തെല്ലാം നിങ്ങൾക്ക് ഫസ്റ്റ് ഡെമോ തന്നിന് ആ സംഭവങ്ങളെല്ലാം നിങ്ങളെ റിക്വയർമെൻ്റ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇവരെ വിളിച്ചിട്ടുണ്ടായി, അബ്ദു എന്ന് പറഞ്ഞവർ. അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഇവർ ബഷീർ പറഞ്ഞിന് ഇങ്ങനെ എന്തോ പെൻഡിങ് ഉണ്ട്, അതിനെ പൈസ ഹോൾഡാക്കി വെക്കാൻ, പൈസ പെൻഡിങ് ആയിട്ട് കൊടുത്താൽ മതി എന്ന്. അപ്പോൾ ഈ പൈസൻ്റെ എല്ലാം പറഞ്ഞാൽ ഒരിക്കൽ പൈസ തന്നിട്ട് ഇപ്പോൾ നിങ്ങളെല്ലാം എൻ്റെ അടുത്ത് ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ട് ഒരിക്കൽ പൈസ തന്നിട്ട് വിട്ടു പോയെങ്കിൽ പിന്നെ ഞാൻ വേണ്ടെന്നല്ല, നമ്മളെപ്പോഴും ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെ എല്ലാ സപ്പോർട്ടും കഴിഞ്ഞിട്ട് നിങ്ങൾ പൈസ തരണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു അടുത്ത കൊല്ലം 2 കൊല്ലം കഴിയും. എന്താ പറഞ്ഞാൽ എപ്പോഴും ഇതൊരു ഡൗട്ട് വന്നുകൊണ്ടാവും, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണം, ചെറിയ ചെറിയ അപ്ഡേറ്റും കാര്യങ്ങളുണ്ടാവും, അതെല്ലാം ചെയ്തുകൊണ്ട് വേണം. അപ്പോൾ അതെല്ലാം ഒരു ആൺഗോയിങ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ആ പേയ്മെൻ്റ് ഒന്ന് ചെയ്യാൻ പറയുക, അവരങ്ങനെ പറഞ്ഞ് എന്തോ പെൻഡിങ് ഉണ്ടെന്ന്. പിന്നെ നമ്മളെ ആപ്ലിക്കേഷൻ്റെ കാര്യം പി ഡി എഫ് ഇവിടെ മലയാളം ടൈപ്പിംഗ് ഒരാളുണ്ടായി, പക്ഷെ അവരിപ്പോൾ ഇവിടെ ഇല്ല, അവർ പുറത്താണുള്ളത്. ഞാൻ എൻ്റെ ഇടയ്ക്ക് ഇതാക്കുമ്പോൾ അവർ പുറത്ത് പോയി, ഒമാനിലുള്ളതല്ല. ഒരു പ്രിൻ്റർ ഇതിലുണ്ടായിരുന്നു മലയാളം ടൈപ്പിംഗ്, വേറെ മലയാളം ടൈപ്പിംഗ് അങ്ങനെ ഇല്ല. ആപ്ലിക്കേഷൻ അങ്ങനെ നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ അവിടെ ആരുടെയെങ്കിലും അതിനെ ടൈപ്പ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഇതാക്കിയിട്ട് മലയാളത്തിനൊന്ന് കറക്ഷൻ ആക്കിക്കോളൂ. ഇവിടെ മലയാളം ടൈപ്പിംഗ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതിലുണ്ടാവും. മലയാളം നിങ്ങൾക്ക് അങ്ങനെ ആരുടെയും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സൈബറിലറ്റ അതേ ഫോർമാറ്റിൽ ഒരു കോപ്പി നിങ്ങൾക്ക് എന്താക്കുക എടുത്തിട്ട് അതിനെ പിന്നെ സെറക്സ് ആക്കിയാൽ മതി. ഒരു കോപ്പി ഒന്ന് കറക്ഷൻ ആക്കിക്ക്. അവിടെ വലിയ സംഭവമൊന്നുമില്ല, അതിനെ നമുക്കിവിടെ മലയാള ടൈപ്പിങ്ങിൻ്റെ സംഭവമില്ല. അപ്പോൾ ചിങ്ങായി എവിടെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ അത് നോക്കി അവിടെ നിങ്ങൾക്ക് മലയാളം എന്തെങ്കിലും ചെറിയ ചെറിയ കറക്ഷൻ ചെയ്തിട്ട് ഒരു കോപ്പിനെ നിങ്ങൾ കറക്ഷൻ ആക്കിയാൽ മതി, പിന്നെ അതിന് സെറക്സ് എടുത്തോളൂ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ. അപ്പോൾ ഈ വീഡിയോ നോക്കിയിട്ട് ഇതുപോലെ ചെയ്യും. ദർസിൻ്റെത്
നമുക്ക് എന്താക്കുക, അത് നെക്സ്റ്റ് വെർഷൻ നമ്മൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആക്കുമ്പോൾ അതിൽ ഇൻഷാ അള്ളാ ദർസിൻ്റെത് അപ്ഡേറ്റ് ആയിട്ടുണ്ടാവും. ഒന്നുമില്ല, സെയിം മദ്രസ സ്റ്റുഡൻറ്റിൻ്റെ മാതിരി തന്നെ ഒരു ദർസ് സ്റ്റുഡൻറ്റ് ആഡ് ആക്കാനുള്ള ഒരു ഓപ്ഷനും അവരൊരു പ്രൊഫൈലും ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ, വേറെ അതിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനൊന്നുമില്ല, അവരുടെ ഡീറ്റെയിൽ മാത്രമേ കാണാം. ഓക്കെ.